നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവാണ് നിങ്ങളെ കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എക്സാക്ട്ലി കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതൊരു സപ്പോർട്ട് ലൈനുമാണ്. ഇവിടെ കാണാം, മുകളിലേക്കൊന്ന് പുഷ് ചെയ്തു. മുകളിലുണ്ടായിരുന്ന റെസിസ്റ്റൻസ് ലൈനിൽ തട്ടി റിവേഴ്സായി വീണ്ടും ഓപ്പൺ ചെയ്ത അതേ സപ്പോർട്ട് ലൈനിൽ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം നല്ലൊരു മൂവ് മാർക്കറ്റ് കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ലോ ടു ഇന്നത്തെ ഹൈ വരെ കൊടുത്തേക്കുന്ന മാക്സിമം മൂവ് എന്ന് പറയുന്നത് 1% ആണ്. അതായത് 262 പോയിൻറ്റിൻ്റെ മൂവ് അത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും 25,000-ൻ്റെ ജസ്റ്റ് താഴെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എനിവേ നല്ലൊരു മൂവായിരുന്നു. അപ്പോൾ 1% മൂവ് നമുക്ക് ഇൻഡെക്സിൽ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്കുകളിൽ കുറച്ച് കൂടുതൽ മൂവ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിലൂടെ എങ്ങനെ വിജയിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സീരീസാണ് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് അതിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ ട്രെൻഡ് ഫോളോവിങ് സ്ട്രാറ്റജീസ് ആകാം, അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽസ് ആകാം. നമ്മൾ എസ്പെഷ്യലി ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് റിവേഴ്സൽസ് ആണ്. കാര്യം മറ്റൊന്നുമല്ല, 70% അതിൻ്റെ വിന്നിങ് റേഷ്യോ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ റിവേഴ്സൽസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ നമുക്ക് വിജയസാധ്യത അതിനകത്തുണ്ട് എന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നമ്മളൊരു 5ഓളം സ്റ്റോക്കുകൾ എല്ലാ ദിവസവും നമ്മൾ വാച്ച് ചെയ്ത് പോകുവാണ്. ഇന്നിപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേച്ച പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളിൽ റിവേഴ്സൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്ന ഇവിടെയാണ് NTPCയിൽ. അപ്പോൾ ഈ പർട്ടിക്കുലർ സപ്പോർട്ടിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക്, മുകളിലത്തെ റെസിസ്റ്റൻസിലേക്ക് 1% ആണുള്ളത്. സോ ദാറ്റ് ഇത് നല്ല രീതിയിലൊരു ഫസ്റ്റ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു പുഷും വരുന്നതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്തേക്കുന്നത് ഇതിന് തൊട്ടടുത്തായതുകൊണ്ടുമൊക്കെ നമ്മൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. എന്തായാലും മുകളിൽ പോയിട്ട് റിവേഴ്സ് ആകുന്ന സമയത്ത് ഇവിടുന്നായിരിക്കും നമ്മൾ റിവേഴ്സൽ എൻട്രി, ഒരു സെൽ എൻട്രി കൊടുക്കുന്നത്. ഇവിടുന്ന് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം താഴത്തെ സപ്പോർട്ടിലേക്ക് 1% ആണ്. അത് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. സോ 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ടാകും. എനിവേ വേറെ ആരെങ്കിലും ഇവിടുന്ന് ഏകദേശം 10 മണിക്കാണെന്ന് തോന്നുന്നു, 9:45 ഇവിടുന്ന് ബൈ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും 1% മുകളിലേക്ക് ഇന്നൊരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ 1:2 ഈ ഒരു സ്റ്റോക്കിൽ അത് സെല് ചെയ്യുന്ന ആൾക്കും ബൈ ചെയ്യുന്ന ആൾക്കും കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇനി BPCLലേക്ക് വന്നു കഴിഞ്ഞാൽ BPCLൽ ഓപ്പൺ ചെയ്തേക്കുന്ന ഇവിടെയാണ്. നമ്മൾ ഇവിടുന്നായിരിക്കും സെല്ല് ചെയ്യുന്നത്. അവിടുന്ന് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഇവിടുന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നേരെ മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോയിട്ടുണ്ട്. നമ്മൾ ബൈ ചെയ്യുന്ന സെല്ല് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 0.63% അത് മുകളിലേക്ക് പോയിട്ടാണ് തിരികെ താഴത്തേക്ക് വന്നേക്കുന്നത്. താഴത്തേക്ക് ആക്ച്വലി 1:2 റിസ്ക് റിവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ മൂവെല്ലാം നടന്നേക്കുന്നത്. സോ ദാറ്റ് അതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് തന്നെ കിട്ടത്തുള്ളൂ. എനിവേ ഏതെങ്കിലും ഒരാൾ ഇവിടുന്ന് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. അയാൾക്ക് കൃത്യമായി മുകളിലത്തെ ടാർഗറ്റിലേക്ക് 1:3 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ NTPCയിൽ നമുക്ക് പ്രോഫിറ്റായിരുന്നു, BPCയിൽ ലോസ് ആണ്. നെക്സ്റ്റ് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഓപ്പൺ ചെയ്തേക്കുന്ന ഈ ലൈനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഈ സപ്പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, താഴത്തേക്ക് ഇന്നലത്തെ ആ ഒരു ഗ്യാപ്പ് അപ്പ് വെച്ചതിനെ ഫില്ല് ചെയ്തു. അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിലേക്ക് വന്ന് ടച്ച് ചെയ്തു. പക്ഷേ നമ്മുടെ സപ്പോർട്ട് ലൈൻ ഉള്ളത് ഈ ഒരു ലൈനിലാണ്. അങ്ങോട്ടേക്ക് അത് ഹിറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഇവിടുന്ന് ബൈ നമുക്ക് എൻട്രി കിട്ടത്തില്ല. പിന്നെ നമ്മൾ ചെയ്യാവുന്നത് സെല്ലാണ്. അത് ഇവിടുന്നാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പവർ ഗ്രിഡിൽ നമുക്ക് പിന്നീട് താഴത്തേക്കുള്ള ആ ഫോള് കിട്ടും. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് 1:2 റിസ്ക് റിവാർഡ് ഹിറ്റ് ചെയ്യുന്നില്ല. വീണ്ടും അത് ലോസിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ സ്റ്റോപ്പ് ലോസ് കിട്ടിയുന്നില്ല. എനിവേ അത് വന്നിട്ട് 1:2 ഇന്നെന്തായാലും തരുന്നില്ല. അത് ക്ലോസിങ്ങിൽ വരുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് ഈവൻ ക്ലോസിങ് നമുക്ക് തരും. സോ ദാറ്റ് ഇതിനകത്ത് ലോസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 നോക്കിയതിനകത്ത് 1 ലോസും 2 പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോട്ടൽ മൂവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ 1.5 അത് മൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് ടാർഗറ്റും കിട്ടാത്തത്. അപ്പോൾ നെക്സ്റ്റ് വിപ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ ഒരു സപ്പോർട്ട് ലൈൻ നമ്മൾ വരച്ചിരുന്നത് താഴത്താണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ലൈനിലേക്ക് ഇവിടെ വന്നിട്ട് ഹിറ്റ് കൊടുത്തിട്ടില്ല. സോ ദാറ്റ് ഇവിടുന്ന് നമുക്ക് ബൈ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓപ്പൺ ചെയ്തേക്കുന്ന ഇവിടുന്നാണ്. ഇത് താഴത്തേക്ക് മൂവ് ചെയ്തു, അതിന് ശേഷം മുകളിലേക്ക് കയറുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മളിവിടെ എൻട്രി എടുത്താൽ നമുക്കിവിടെ കാണാം അത്
ടാർഗറ്റ് കൊടുക്കുന്നില്ല, സ്റ്റോപ്പ് ലോസ് താഴത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ എൻട്രി എടുത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് സെല്ലായിരിക്കും ചെയ്യുന്നത്. അവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈ വന്നേക്കുന്നത് 261.27 നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ ഉള്ളത് 61.32 അപ്പോൾ ഇവിടെ എൻട്രി നമുക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഡൗട്ടുണ്ട്. എനിവേ അവിടുന്ന് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേക്കാം, താഴത്തേക്ക് 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടാം. അപ്പോൾ ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം ഇവിടെ പോയിട്ട് നമ്മൾ ബൈ ചെയ്യാനുള്ള സാധ്യതയില്ല, ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ട്രിഗർ ആകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് താനും. എനിവേ അത് നല്ലൊരു പ്രൈസ് ആക്ഷനാണ്, നമുക്കത് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ഇനിയുള്ളത് ONGC. നമ്മൾ എൻട്രി എടുത്തത് ഇന്നും ONGCയിലായിരുന്നു. ONGCയിൽ നമ്മൾ ഈ കാണുന്ന പോലെ മുകളിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഓപ്പൺ ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഡേ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു 1.5% മുകളിൽ നിന്നാണ് നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത്. ഈ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ സെൽ എൻട്രി പോയത്. അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സാധ്യത ഈ ഒരു പർട്ടിക്കുലർ സപ്പോർട്ട് വരെ വന്നിട്ട് ഇത് ഇവിടുന്ന് റിവേഴ്സ് ആകാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇത് മുകളിലത്തെ സപ്പോർട്ട് എടുത്ത് റിവേഴ്സായി പോയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്, നമ്മൾ ഈ എൻട്രി എടുത്ത സ്ഥലത്ത് നിന്ന് ഈ ക്യാൻഡിലിൽ അത് പോയിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 0.5% ആണ് എല്ലായ്പ്പോഴും നിങ്ങൾക്കറിയാം. അത് 0.5 എന്നുള്ളത് 0.51 ടച്ച് ചെയ്തു, ജസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തു. അതിനുശേഷം അത് താഴത്തേക്ക് വന്നു. എന്നിരുന്നാൽ പോലും നമുക്ക് 1:2 റിസ്ക് റിവാർഡൊന്നും അത് തന്നിട്ടില്ല, 1:1 മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളായിരുന്നു. സോ ദാറ്റ് ഇന്ന് എന്ത് വന്നാലും നമുക്ക് ഈ സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസേ കിട്ടുമായിരുന്നുള്ളൂ. സോ ദാറ്റ് ഇന്ന് അത് തന്നെ സംഭവിച്ചു. 245 രൂപ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്തു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് 2 നമുക്ക് സ്റ്റോപ്പ് ലോസും ബാക്കി 3 പ്രോഫിറ്റുമാണ് നമ്മൾ കണ്ടത്. സ്റ്റിൽ നമ്മുടെ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇനി നമ്മളുടെ ഇന്നുവരെയുള്ള ഈ വർഷത്തെ നമ്മുടെ ജേണലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മാസം 55% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇന്നത്തെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6 ദിവസം പ്രോഫിറ്റും 5 ദിവസം ലോസും, ഈ 11 ദിവസത്തിൽ 6 ദിവസം നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് കിട്ടിയത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു 4 ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു, 1 ദിവസം മാത്രമേ ലോസ് പോയിരുന്നുള്ളൂ. അതിന് മുന്നത്തെ ആഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ 2 ദിവസമേ പ്രോഫിറ്റ് കിട്ടിയിരുന്നുള്ളൂ, 3 ദിവസം ലോസ് ആയിരുന്നു. എനിവേ നമുക്ക് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ 55% വിൻ റേഷ്യോടുകൂടി ഈ മാസം നമുക്ക് 6% നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ മൊത്തം ഈ വർഷത്തിൽ ട്രേഡ് ചെയ്തേക്കുന്നത് 37 ദിവസമാണ് നമ്മൾ ടോട്ടൽ ട്രേഡ് എടുത്തേക്കുന്നത്. 20 ദിവസം ലോസ് ആയിരുന്നു, 17 ദിവസം മാത്രമാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അതായത് 46% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾ നല്ല പ്രോഫിറ്റിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതി റിവേഴ്സൽ ട്രേഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ട് നമുക്ക് ലാഭമുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എനിവേ നമ്മളിവിടെ ശ്രദ്ധിച്ച, ഇല്ലെങ്കിൽ ഒരു 2-3 വർഷത്തോളം ആകുന്നു നമ്മൾ ട്രേഡ് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 3 വർഷത്തിൽ കഴിഞ്ഞ 1 വർഷമാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ വന്നത്. ഈ വർഷം ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മാറ്റം, ഈ ഒരു 2.5 കൊല്ലം കൊണ്ട് ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജേണൽ എഴുതാറില്ലായിരുന്നു. കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് ജേണൽ എഴുതി തുടങ്ങി. ജേണൽ എഴുതി തുടങ്ങിയപ്പോഴാണ് എന്താണ് നമ്മളുടെ യഥാർത്ഥ പ്രശ്നമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയതും ആ പ്രശ്നം മെജോറിറ്റി ഏറ്റവും വലിയ പ്രശ്നമായി നമുക്ക് കണ്ണിൽ കാണാൻ പറ്റിയത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, നമ്മൾ ഓവർ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ, കാരണം ചാർജസ് കൂടി വരുന്നു. അതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും ഓവർ ട്രേഡ് ചെയ്തിട്ട് ചാർജസ് കയറി വന്നിട്ട് നമ്മൾ ലോസിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മളത് മാറ്റി. ഈ വർഷം വന്നിട്ട് ഒരു ദിവസം പോലും നമ്മൾ രണ്ടാമതൊരു ട്രേഡ് എടുത്തിട്ടില്ല. ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ ഒരു ട്രേഡ് കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ മെൻ്റൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ഘടകമാണ് ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് എന്ന് സാധിക്കുമോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിജയത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നുണ്ടാവും. രണ്ടാമത് റിസ്ക് റിവാർഡ്. നിങ്ങൾക്കൊക്കെ ഇവിടെ കാണാം, നമ്മൾ
ഒരു ട്രേഡ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പോർഷൻ എല്ലാ ദിവസവും നമ്മൾ ലോസ് കണ്ടിന്യൂസ് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞ് എന്താണോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടി. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇനി ഈ 1:2 എടുക്കാത്ത ദിവസങ്ങൾ നമ്മൾ മനഃപൂർവ്വം എക്സിറ്റ് എടുത്ത് പോന്നേക്കുന്നതല്ല, മാർക്കറ്റ് മൂവ് ചെയ്യാത്ത കൊണ്ടിട്ട് അന്നത്തെ ദിവസം നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടാത്തതാണ്. ഈ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അന്ന് മാർക്കറ്റ് 1% പോയിട്ടില്ല. അതുപോലെ പല ദിവസങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് 1:2 എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള പ്രശ്നം നമുക്കിപ്പോൾ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ട്രേഡിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഭയം കൊണ്ട് 1:2 ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1:1 ബ്രേക്ക് ഈവനിലോ ഒക്കെ ട്രയൽ ചെയ്തിട്ട് എക്സിറ്റ് എടുത്ത് പോരുന്ന പരിപാടി കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായിരുന്നു. ഈ വർഷത്തേക്ക് വന്നിട്ട് അത് രണ്ടും നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ആ ട്രേഡ് റണ്ണിങ്ങിലുള്ളപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ട്രേഡിലേക്ക് നോക്കുകയോ വേണ്ട. നിങ്ങൾക്ക് സിസ്റ്റം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടാവുന്നതാണ്. നിങ്ങൾ 3 മണിയാകുമ്പോൾ പ്രോഫിറ്റും കിട്ടിയിട്ടില്ല ലോസും കിട്ടിയിട്ടില്ല എങ്കിൽ 3 മണിയാകുമ്പോൾ കയറിയിട്ട് മാനുവൽ എക്സിറ്റ് എടുക്കുക. അത് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ അതിൽ കാര്യമൊന്നുമില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസിപ്ലിനായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ 100 ദിവസം 100 ട്രേഡ് എടുത്തോളൂ. ഒരു ദിവസം ഒരു ട്രേഡിൽ കൂടുതൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. 100 ദിവസം കൊണ്ട് 100 ട്രേഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് നിങ്ങൾ ഏതൊരു സ്ട്രാറ്റജി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നെറ്റ് നിങ്ങൾ പ്രോഫിറ്റിലുണ്ടാകും. ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്ത് നോക്കാവുന്നതാണ്. 1:2 ആയിരിക്കണം ടാർഗറ്റ്. എല്ലാ ദിവസവും വെക്കുന്ന സ്റ്റോപ്പ് ലോസ് ഒരേ % ആയിരിക്കണം. എടുക്കുന്ന ടാർഗറ്റ് ആ സ്റ്റോപ്പ് ലോസിൻ്റെ ഇരട്ടി % ആയിരിക്കണം. അത് എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ എല്ലാ ദിവസവും എടുക്കുന്ന ക്യാപിറ്റൽ ഒരേ ക്യാപിറ്റൽ ആയിരിക്കണം. നിങ്ങൾക്കറിയാം നമ്മളുടെ പ്രോഫിറ്റ് വന്നപ്പോഴൊക്കെ 400, 400, 400, 420 ഇത് ഓട്ടോമാറ്റിക്കലി കോമ്പൗണ്ട് ചെയ്തിട്ട് വന്നിട്ടാണ് 430. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പൊസിഷൻ സൈസ് കൂടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് എടുത്തപ്പോഴൊക്കെ നമ്മുടെ പ്രോഫിറ്റ് ഏകദേശം ഒരേ പ്രോഫിറ്റാണ്. നമ്മൾ ലോസ് എടുത്തപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏകദേശം ഒരേ ലോസാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊസിഷൻ സൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ദിവസം 200 രൂപയുടെ സ്റ്റോക്ക് ആണെങ്കിൽ 10 എണ്ണം എടുത്തു, വേറെ ദിവസം പോയിട്ട് 40 എണ്ണം എടുത്തു, വേറെ ദിവസം പോയിട്ട് 50 എണ്ണം എടുത്തു, വേറെ ദിവസം പോയിട്ട് 100 എണ്ണം എടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മാത്തമാറ്റിക്സ് കറക്റ്റ് ആവുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു മാസം ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ സൈസിങ് ഒരേ പൊസിഷൻ സൈസിങ് ആയിരിക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് പൊസിഷൻ സൈസിങ് സെറ്റ് ചെയ്തേക്കുവാണ്. നമ്മൾ ഓർഡർ ഇടാൻ വേണ്ടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ള തുക ടോട്ടൽ ഇപ്പോൾ 19,100 കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിൻ്റെ പകുതി, അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ പകുതിയാണ് നമ്മൾ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഇറക്കുന്നത്. അപ്പോൾ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ അതിൻ്റെ നെറ്റ് ക്യാപിറ്റലിൻ്റെ ഹാഫ് പോർഷനാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി 50% വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സിസ്റ്റം തന്നെ നമുക്ക് തരുവാണ്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ഇടപെടുന്നില്ല. പിന്നെ നമ്മൾ ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ, നമ്മൾ ഇടുന്ന ട്രേഡുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ബ്രാക്കറ്റ് ഓർഡറാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 0.5% ആണ്. അതുകൊണ്ട് അത് മാത്രം നമ്മൾ 0.5 ആക്കും. ഓട്ടോമാറ്റിക്കലി ടേക്ക് പ്രോഫിറ്റ് 1% ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നെ ബൈ അല്ലെങ്കിൽ ബൈ അല്ലെങ്കിൽ സെല്ലെങ്കിൽ സെല്ല് ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ഓട്ടോമേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ സൈസിങ് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും കൃത്യമായിരിക്കും. ഒരു ദിവസം കിട്ടുന്ന പ്രോഫിറ്റും മറ്റൊരു ദിവസം കിട്ടുന്ന ലോസും ഇല്ലെങ്കിൽ ഡേ 1 കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രോഫിറ്റും ഡേ 30 കിട്ടിയിട്ടുണ്ടായിരുന്ന ലോസോ പ്രോഫിറ്റോ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. അതായത് ഈ മാത്തമാറ്റിക്സ് ഏകദേശം സിങ്കായി പോകണം. എന്നാൽ മാത്രമാണ് ലോങ് റണ്ണിൽ നമുക്ക് കൃത്യമായി കോമ്പൗണ്ടിങ്ങിലൂടെ നമ്മുടെ അക്കൗണ്ടിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഡിസിപ്ലിനായിട്ട് ചെയ്യുക, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക, റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വരുന്ന 100-200 ദിവസം കൊണ്ട് നിങ്ങൾക്കും നല്ല ഒരു ട്രേഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കറിയാം ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഫോളോ ചെയ്യുക എന്നത് മാത്രം ഇവിടെ ചെയ്താൽ മതി. അത് പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ എളുപ്പമായി വരുന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.